ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിന്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ മന്തി മസാലയാണ്. നമുക്ക് എങ്ങനെ വീട്ടിൽ മന്തി മസാല ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ടൈമിൽ നമ്മൾ മന്തി മസാല അല്ലെങ്കിൽ ക്യൂബ് അല്ലെങ്കിൽ റെഡിയാക്കാനായിട്ട് നമുക്ക് പാടായിരിക്കും. അപ്പം നമ്മളിത് ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പട്ട എടുക്കുവാണേ, ഒരു 1.25 ടേബിൾ സ്പൂൺ ജീരകം, 1 ടീസ്പൂണിന് വേണ്ടിയിട്ട് ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്. ഗ്രാമ്പു 1 ടീസ്പൂൺ മാത്രമേ എടുക്കാവുള്ളൂ, ഒരുപാട് എടുക്കരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്കയാണ്. 2 ടേബിൾ സ്പൂൺ ഏലക്ക ഞാനിവിടെ എടുക്കുവാണേ. 2 ടേബിൾ സ്പൂൺ കുരുമുളകും എടുക്കുവാണേ. രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുക്കുവാണ്. മല്ലിയിൽ കുരുമുളകും കൂടെ മിക്സ് ആയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കുറച്ച് കുരുമുളക് കിടക്കണം. അതിപ്പം കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുമ്പോൾ ഫുൾ മല്ലിയായിട്ട് തന്നെ എടുത്തോളുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ബേ ലീഫാണ്. അപ്പം ഞാനത് 4 ബേ ലീഫ് ഇതേപോലെ ഇവിടെ ഒന്ന് പൊട്ടിച്ചാണ് ഇട്ടേക്കണേ കേട്ടോ, ബേ ലീഫിന്. ഇനി ഇതിലേക്ക് ഞാൻ കറുത്ത ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ മസാലക്കൂട്ട് വാങ്ങുന്നതിലും അതിൽ കാണാറുണ്ട്. അപ്പോൾ അതിൽ ഒരു 3-4 എണ്ണം അത്രയും മതിയാവും കറുത്ത ഏലക്കായ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തു, അതിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് വറുത്തെടുക്കുവാണ്. ചിക്കൻ മന്തിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗി ക്യൂബ് അവോയ്ഡ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മസാല തന്നെ നമ്മൾ ചിക്കൻ മന്തി തയ്യാറാക്കുമ്പോഴത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അതിന് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതല്ല കുറച്ചുകൂടി കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഗി ക്യൂബ് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാറുമ്പോഴത്തേക്കും മാഗി ക്യൂബ് ആഡ് ചെയ്യാറില്ല. ഈ ഒരു മസാലക്കൂട്ട് തന്നെ അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാറുണ്ട്. മസാലക്കൂട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നമ്മൾ അതിൻ്റെ പാകം എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകം നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ നല്ലൊരു സ്മെല്ല് വരും. അത് ചൂടായി വരുമ്പോഴത്തേക്ക് അപ്പം നിങ്ങൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഒരു സ്റ്റീൽ ബൗളിലോട്ട് ഇതിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടാക്കി എടുക്കുക. പാനിൽ വെച്ചിട്ട് കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ, അതിൻ്റെ ആ പച്ച സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയുടെ. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് വറുത്തെടുത്ത് മസാലക്കൂട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇത് മസാല ഞാനപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പൊടിക്കണം കേട്ടോ, തടിയൊന്നും വരാൻ പാടില്ല. കണ്ടോ, നല്ല പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോഴത്തേ അതിന് ചെറിയൊരു ചൂടുണ്ടാവും നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിക്കുമ്പോൾ. അപ്പോൾ മിക്സിയുടെ ജാർ ഒന്ന് തണുത്തതിന് ശേഷം നിങ്ങൾ ഇതിൽ നിന്ന് മസാല എടുത്ത് മാറ്റി വേറൊരു ടിന്നിലോ എന്തെങ്കിലും നിന്ന് അടച്ചു വെച്ചേക്കുക. മസാലയുടെ ആ ഒരു ഫ്ലേവർ പോവാതെ നന്നായിട്ട് നിങ്ങൾ ടിന്ന് നന്നായി ടൈറ്റ് ചെയ്തതിന് അടച്ച് സൂക്ഷിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിനകത്തും സൂക്ഷിക്കാം. നമ്മൾ പുറത്ത് വയ്ക്കുന്നതിനെക്കാട്ടിയും ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാളത് ഇരിക്കും കേട്ടോ മസാല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.